ബി.ജെ.പി. കാണിച്ചു കൂട്ടുന്ന ചെയ്തികൾ അവർക്കു തന്നെ പാരയാകുന്നുണ്ട്. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പറഞ്ഞു വരുന്നത് ഹാസനിൽ ബി.ജെ.പി. മുൻ എം.എൽ.എ. പ്രീതം ഗൌഡയുടെ അനുയായികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിനിറങ്ങിയ രസകരമായ വാർത്തയെക്കുറിച്ചാണ്. ജനതാദൾ എസ് സിറ്റിംഗ് എം.പിയും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയോടുള്ള എതിർപ്പിനെ തുടർന്നാണ് ഒരു സംഘം ബി.ജെ.പി. പ്രവർത്തകർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രേയസ് പട്ടേലിനായി പരസ്യ പ്രചരണത്തിനിറങ്ങിയത്. ഗൌഡയുടെ അടുത്ത അനുയായി ഉദ്ദുർ പുരുഷോത്തം ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ അറിയിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും ഇവർ പട്ടേലിന് വോട്ടു തേടി. എന്നാൽ ഇവർ തന്റെ അനുയായികളല്ലെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കാൻ പ്രവർത്തിക്കുമെന്നും പ്രീതം ഗൌഡ പ്രതികരിച്ചു. നേരത്തെ ഹാസൻ മണ്ഡലം ദളിതിന് വിട്ടുകൊടുക്കരുതെന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പ്രജ്വലിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിൽ നിന്ന് ഗൌഡയടക്കമുള്ള ബി.ജെ.പി. നേതാക്കളും വിട്ടുനിന്നു. അതേസമയം കഴിഞ്ഞ ദിവസം രസകരമായ മറ്റൊരു സംഭവം കൂടി നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുൻപ് RSS ആണ് തന്നെ കോൺഗ്രസിൽ ചേരാൻ അയച്ചതെന്ന് വെളിപ്പെടുത്തി ബി.ജെ.പി. നേതാവ് രാംകിഷോർ ശുക്ല എത്തിയത് ബി.ജെ.പിയെ തന്നെ ഞെട്ടിച്ചു. കഴിഞ്ഞ ദിവസം ശുക്ല ബി.ജെ.പിയിൽ തിരിച്ചെത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ മാധ്യമ പ്രവർത്തകരോടായിരുന്നു നേതാവിന്റെ പുതിയ പ്രതികരണം. മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ നിലയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു ഇതിന് കാരണം. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവർ വലിയ എതിർപ്പ് നേരിട്ടിരുന്നു. മുൻ കോൺഗ്രസ് എം.എൽ.എ. അനന്ത് സിംഗ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു. ഇതെല്ലാം പരിശോധിച്ചതോടെ ഞാൻ ത്യാഗം ചെയ്യാൻ തയ്യാറായെന്ന് ശുക്ല പറഞ്ഞു. തന്നെ കോൺഗ്രസിലേക്ക് അയച്ചത് VHPയുടെ ഇൻഡോർ വിഭാഗ് സംഘടൻ മന്ത്രി അഭിഷേക് ഉധേനിയാണെന്ന് ശുക്ല പറയുകയുണ്ടായി. ശുക്ലയുടെ വരവോടെ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയായിരുന്നു. എന്നാൽ ശുക്ലയ്ക്ക് വെറും 29,144 വോട്ട് മാത്രമായിരുന്നു അന്ന് നേടാനായത്. അതേസമയം മണ്ഡലത്തിൽ ഉഷാ ബാബുവാണ് അന്ന് വിജയിച്ചത്. 1,02,989 വോട്ടുകളാണ് ഉഷ നേടിയത്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച അന്തർ സിംഗിന് 68,597 വോട്ടുകളും ലഭിച്ചു. കോൺഗ്രസ് വോട്ട് ചിതറിക്കാനായി അന്തർ സിംഗിനെ സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ചതും ബി.ജെ.പി. തന്ത്രമായിരുന്നുവെന്നാണ് ശുക്ല പറയുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശുക്ല ബി.ജെ.പിയിൽ ചേരുകയായിരുന്നു. അതേസമയം ശുക്ലയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഉഷാ ബാബു പ്രതികരിക്കുകയുണ്ടായി. പാർട്ടി വിടുന്നതിനു മുൻപ് അദ്ദേഹം തന്നെ കണ്ടിരുന്നുവെന്നും സങ്കടപ്പെടുകയും കരയുകയും ചെയ്തുവെന്നും ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന പാർട്ടി മേധാവിയുമായും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായും സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തെ അറിയിച്ചു. ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ടും പാർട്ടി തന്നെ പരിഗണിക്കുന്നത് പോലുമില്ലെന്നും അതിനാലാണ് പാർട്ടി വിടുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിരവധി അടവുകൾ പഴറ്റി എങ്ങനെയും വിജയം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യം മാത്രമേ ബി.ജെ.പിക്ക് ഇന്നുള്ളൂ. അതിനായി എന്തു നെറികെട്ട കളിയും കളിച്ച് ബി.ജെ.പി. പ്രവർത്തകരെ പോലും വെറുപ്പിക്കുകയാണ് പാർട്ടി.